ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ, അതും വളരെ എളുപ്പത്തിൽ. ഇതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള കനം കുറച്ചരിഞ്ഞതും, ഒരു തക്കാളി, അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് 6 8 ഉള്ളിയും, പിന്നെ ഒരു 5 6 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മാറ്റിവെച്ചതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റിവെച്ച ആ ചതച്ച ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ജിഞ്ചർ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല രീതിയിൽ വഴന്നു തന്നെ അത്രയും നേരം നമുക്കൊന്ന് ഇടവിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെച്ച പൊടികളെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂക്കണ വരെ നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മൂത്ത മണമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണത്. അപ്പോൾ ഇതേപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നോട്ടെ. ഈ മസാല ഒന്ന് റെഡിയായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കുക്കറിൽ ബീഫൊക്കെ അടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനാവശ്യമായിട്ട് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കണത്. അപ്പോൾ അതിനുള്ള സവാളയും തക്കാളിയൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ മസാലയും കൂടിയിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണിത്. അപ്പോൾ ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒരു ആവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എനിക്കൊരു 10 വിസിൽ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ ഇത് എത്രയാണെന്ന് നോക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ ചാറ് വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ ഏകദേശം കുറച്ചും കൂടി വറ്റാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടി കുരുമുളകും പെരിഞ്ചീരകവും വേപ്പിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.